ഹേ വാട്ട്സ് ഹപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് ലിക്വിഡ് എൻട്രി. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. മച്ചാമാരി, അപ്പോൾ ഇന്നെൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ഹാപ്പിനെസ് മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഡ്രീം ബൈക്ക് ഞാൻ ഇന്നിവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾ എൻ്റെ ഷോർട്സ് വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ വണ്ടീനെ പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും വണ്ടി കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി BS3 KTM RC 390. കാരണം ഒരുപാട് നാൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എടുത്തിട്ട് വണ്ടിയാണത്. കാരണം പ്യുവർ മെഷീൻ എന്ന് പറഞ്ഞാൽ പ്യുവർ മെഷീനാണത്. കാരണം വണ്ടിയുടെ സ്പെക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 373cc 43 bhp ആണ് വണ്ടിയുടെ എൻജിൻ സ്പെക്ക് വരുന്നത്. കാരണം ഓൾമോസ്റ്റ് വണ്ടീനെ പറ്റി എല്ലാവർക്കും റിവ്യൂസൊക്കെ കണ്ടിട്ട് അറിയാവുന്നതാണ്. കാരണം ഞാൻ എടുക്കുന്ന എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു വെർത്ത് വാല്യൂ ഫോർ മണി ആയിട്ട് എടുത്തൊരു വണ്ടിയാണിത്. വണ്ടിയുടെ സ്പെക്കുകളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഫ്രണ്ട് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് നമുക്ക് ഇവിടെ WPയുടെ ഫ്രണ്ട് ഡിസ്ക് 320mm ഡിസ്ക്കാണ് വരുന്നത്. വൈബ്രയാണ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. വണ്ടി പക്ക ഒരുപാട് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നമുക്കിത്. കാരണം മാർക്കറ്റിൽ അന്ന് ഇറങ്ങിയ KTM സീരീസിലെ ഏറ്റവും മാഡ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡ് മെഷീനാണ് ഈ വണ്ടി നമുക്ക്. കാരണം ഫ്രണ്ടിൽ നിന്നും എവിടെ നിന്നും ലുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര അട്രാക്റ്റീവാണ് വണ്ടി നമുക്ക്. ഞാൻ ഈ വണ്ടി ഒരു യൂസ്ഡ് വണ്ടിയായിട്ട് എടുത്തതാണ്. കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. കാരണം ഒരുപാട് വണ്ടികൾ ആ സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് ചൂസിങ് ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നു. കാരണം അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. പക്ഷേ എനിക്ക് എൻ്റെ ഒരു 9th 10th ക്ലാസ്സിൽ ഡ്രീമായിരുന്നു വണ്ടി. കാരണം അന്നാണ് ഞാൻ വണ്ടി കണ്ടത്. ആ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിങ്ങൾ കാണിച്ചു തരാം. കിൽ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു 20,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതിൻ്റെ ഫുൾ വണ്ടി ഒരു അബാൻഡൻ സ്റ്റേജിൽ നിന്ന് ഒരു വണ്ടി ഫുൾ റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം വണ്ടിയുടെ ഇപ്പോൾ മീറ്റർ ഇരിക്കുന്നത് സെക്കൻഡ് മീറ്ററാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. കാരണം അതിനകത്തൊരു 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഒരു DRL നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ് ഇത് വരുന്നത്. ഇത് ഡിമ്മ്, ഇത് ബ്രൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ഇത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഫുൾ DRL നമുക്ക് ഓണായി കിടക്കും. നമുക്ക് BS3 2015 മോഡൽ വണ്ടിയാണിത്. ഫസ്റ്റ് ജനറേഷൻ വണ്ടി. 2014 മാനുഫാക്ചറിങ്, 2015 വണ്ടി എടുത്തത്. നമുക്കിവിടെ സ്വിച്ചസും കാര്യങ്ങളുണ്ട്. ഇത് കിൽ സ്വിച്ചാണ്, ഓൺ ഓഫ്. ഇത് നമ്മൾ ഹെഡ് ലൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണിത്. കാരണം നമുക്കിത് DRL ഇവിടെ ഓൺ ചെയ്യാം, ഹെഡ് ലൈറ്റ് ഇവിടെ ഓൺ ചെയ്യാം. ഇത് സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ, ഇത് ബ്രൈറ്റ് ഡിമ്മ് ബട്ടണാണിത്. ഇത് ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഇത് ഹോണ്, ഇത് നമ്മുടെ പാസ് സ്വിച്ച്. ഈ വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ട് വണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത്. കാരണം ഇതുപോലത്തെ ഒരു മെഷീൻ നമുക്കിപ്പോൾ റോട്ടിൽ കാണാൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തന്നെ കീപ്പ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ഒരുപാട് BS3 മെഷീൻസ് ഇപ്പോൾ പലരുടെയും കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടികൾ കുറവാണ് ഇതുവരെ. പിന്നെ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ 9 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് റൈഡർ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം ചെറിയൊരു സോഫ്റ്റനിങ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്ക് പില്ലിയൻ സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം കുറച്ചൊരു സോഫ്റ്റ്നെസ് ആണ്. എന്നാൽ ലോങ് ഡ്രൈവിലൊന്നും പില്ലിയൻ ഫ്രണ്ട്ലി അല്ല വണ്ടി നമുക്ക് വരുന്നത്. ബാക്ക് നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് ഇത് WPയുടെ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളാണ് വരുന്നത്. അണ്ടർ സീറ്റ് എക്സോസ്റ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. കാരണം ഇത് പക്ക ട്രാക്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇത് ട്രാക്ക് ഫ്രണ്ട്ലിയായിട്ടാണ് വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് നമുക്ക് ഇലക്ട്രോണിക്സ് പാക്കായിട്ട് നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് ABS മാത്രമാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട് ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് മിഷ്ലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഫ്രണ്ടും ബാക്കും കിടക്കുന്നത്. റേഡിയൽ ടയേഴ്സാണ്. കാരണം ഇത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓണാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മീറ്ററിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആണ് മീറ്ററും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് RPM ഗേജ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഗിയർ പൊസിഷൻ, ഇവിടെ സ്പീഡോമീറ്റർ, ഇവിടെ നമുക്ക് ട്രിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് ട്രിപ്പാണ്, ട്രിപ്പ് 1 ട്രിപ്പ് 2 നമുക്ക് വരുന്നത്. പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ ഇത് ടെമ്പറേച്ചർ വാണിങ്, ഇത് ഫ്യൂവൽ ഗേജ്, നമുക്കിവിടെ എൻജിൻ വാണിങ് കാണിക്കും. ഇത് RPM വാണിങ്, ഇത് നമുക്കിവിടെ ഇൻഡിക്കേറ്ററും അത് ഡിമ്മ് ബ്രൈറ്റ് അങ്ങനെ അതും. പിന്നെ നമുക്ക് ABS വാണിങ്, പിന്നെ എൻ്റെ വാണിങ് സൈൻസും മാത്രമാണ് നമുക്കിവിടെ വരുന്നത്. ബേസിക് ആയിട്ടാണ് വരുന്നത്. പിന്നെ BS3 മെഷീനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്.
അടിപൊളിയായിട്ടൊരു മിറേഴ്സാണ്. കാരണം ഇത് യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറേഴ്സ് നമുക്ക് അത്ര വലിയ യൂസർ ഫ്രണ്ട്ലി അല്ല റൈഡിങ് ടൈമിൽ, കാരണം അധികം വിസിബിലിറ്റി നമുക്ക് കുറവാണ്. പക്ഷേ ഈ ഒരു മിറർ വരുന്ന ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് അപാരം തന്നെയാണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങൾ വരുന്നത് ഈ മിറർ മൗണ്ടഡ് ആണ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങൾ വരുന്നത്. കാരണം നമുക്കിതിന് പവർ പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് വണ്ടിക്ക്. സ്റ്റോക്ക് വൈസർ മാറ്റിയിട്ട് നമുക്ക് പവർ പാർട്ട് വൈസർ കയറ്റാൻ പറ്റും. പക്ഷേ നമുക്കത് നൈറ്റ് ടൈം വിസിബിലിറ്റീനെ കുറച്ച് ബാധിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. വണ്ടി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു റേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ഇറക്കിയ ഒരു മെഷീനാണിത്. കാരണം നമുക്ക് പൊളിച്ച് പോവുക ആ ഒരു മൈൻഡ് സെറ്റപ്പാണ് നമുക്ക് വണ്ടി ഇവിടെ നമുക്കൊരു പെർഫോമൻസ് ആയിട്ട് തരുന്നത്. കാരണം എനി ടൈം നമുക്ക് എല്ലാം നമുക്ക് പൊളിക്കാം ആ ഒരു സെറ്റപ്പാണ്. കാരണം എല്ലാം പിന്നെ മൈൻഡിൻ്റെ കൺട്രോളിലാണ് നമുക്ക് ഇരിക്കുന്നത്. വണ്ടി കൈ കൊടുത്താൽ കയറും വണ്ടി, അതുപോലെ തന്നെ വണ്ടി നമുക്ക് സ്ലോ ആയിട്ട് ഓടിക്കാം. പക്ഷേ എന്നാൽ അധികം നമുക്ക് സ്ലോ ആയിട്ട് ഓടിക്കാനും പറ്റില്ല. കാരണം വണ്ടി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് അണ്ടർബെല്ലി എക്സോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ, കാരണം ബെൻഡ് പൈപ്പും കാര്യങ്ങളും നമുക്ക് പോകുന്ന സൈഡിൽ കൂടെയാണ്. അപ്പോൾ വണ്ടി ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈഡർക്ക് കാലിലേക്ക് നമുക്ക് ഹീറ്റ് അടിച്ചിട്ട് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഷോർട്ട്സ് ഇട്ടൊന്നും വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് പാൻസ് തന്നെ ഇടണം, അത്യാവശ്യം നല്ല ഷൂസും ഒക്കെ ഇട്ടാലേ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വണ്ടിയുടെ ബാക്ക് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടെയിൽ സെക്ഷനാണ് നമുക്കിവിടെ വരുന്നത്. ജസ്റ്റ് 2 ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അടിയിൽ നമ്മുടെ ടെയിൽ ലാമ്പ്, പിന്നെ ഒരു ടയർ ഹഗ്ഗർ. ഇത് ടയർ ഹഗ്ഗർ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ സീസണിൽ നമുക്ക് നല്ല രീതിയിൽ ചെളി അടിച്ച് കയറുന്നതാണ്. നമുക്ക് പിന്നെ ബാക്ക് അലോയ് സെക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടയേഴ്സ് വരുന്നത് 150 സെക്ഷനാണ് ബാക്ക് ടയർ വരുന്നത്. ഫ്രണ്ട് ടയർ വരുന്നത് 110 സെക്ഷനാണ് നമുക്ക് വരുന്നത്. ഇത് സ്ട്രീറ്റ് യൂസ്ഡ് ടയേഴ്സാണ് കിടക്കുന്നത്. നമുക്ക് ട്രാക്ക് അങ്ങനത്തെ ഉള്ള പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക്. ഇതിപ്പോൾ വണ്ടി നമുക്ക് ലോങ് റൈഡൊന്നും നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് സീറ്റിംഗ് പൊസിഷൻ തന്നെ ഒരു സൂപ്പർ സ്പോർട്ട് കാറ്റഗറി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പില്ലിൻ സീറ്റ് അത്ര വലിയ കംഫർട്ടബിൾ അല്ല. പില്ല് നമുക്ക് ഇരുന്നാൽ തന്നെ നമ്മുടെ റൈഡറിൻ്റെ ഷോൾഡറിലേക്കും കൈയിലേക്കാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു കൈവേദന ഉണ്ടാവും ഒന്നാണ്. പിന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ് അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിക്ക് നമുക്ക് ഹീറ്റിനെ പറ്റിയൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു പോരായ്മയാണ്. കാരണം നമ്മളെല്ലാം കഴിഞ്ഞിട്ടൊരു വണ്ടി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ. നമ്മൾ ഏതൊരു ചെറിയ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നാണ്. പിന്നെ നമുക്കൊരു എൻജിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ 2014 മോഡൽ ഫസ്റ്റ് ജനറേഷൻ മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസും കാര്യം വരില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 2015 മോഡൽ കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിക്ക് നമുക്ക് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും വരുന്നുണ്ട് ഈ RC സെയിം മോഡലിൽ തന്നെ. പക്ഷേ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഈ മോഡലിന് അവൈലബിൾ അല്ല. ഇത് ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് വരെ നമുക്ക് മാനുവലി മാനേജ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്. പക്ഷേ എന്നാലും ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മെഷീൻ എൻ്റെ ഒരു ഡ്രീം മെഷീനാണിത്. ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഈ വണ്ടിയുടെ ഈ ലുക്സിനെ പറ്റിയാണ് നമുക്ക് വരുന്നത്. കാരണം കുറച്ച് ഒരു ബൾക്കി ലുക്കാണ് വരുന്നത്. പിന്നെ BS4 BS6 വണ്ടിയൊക്കെ വരുമ്പോൾ കുറച്ച് പവർ ലോസിലും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് പക്ക ഒരു വെപ്പണാണ് നമുക്ക്. കാരണം ആരുടെ നമ്മൾ റോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മാന്തി വിടാം. ആ ഒരു സെറ്റപ്പാണ് ഈ മെഷീൻ കൊണ്ട് നമ്മൾ. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ BS3 ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് MH രജിസ്ട്രേഷനും വണ്ടീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു 6 മന്തിന് മുകളിലായി. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് റിവ്യൂ കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വണ്ടിയുടെ യൂസ്ഡ് ആവാണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് എൻ്റെ ബൈക്കാണിത്. ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ച് കിടന്ന ഒരാളായിരുന്നു 100cc. പക്ഷേ ഒറ്റയടിക്കാണ് ഞാനൊരു BS3 ഒരു 373cc ഒരു മെഷീനിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മാസീവ് ചേഞ്ച് ആയിരുന്നു എൻ്റെ ഒരു റൈഡിങ് കൾച്ചറിൽ തന്നെ. കാരണം ഇത്രയും ഒരു പവർ കൂടിയ മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിലും ഒക്കെ വണ്ടി ഗിയറൊക്കെ അടിച്ച് നിന്ന് പോകുന്ന സിറ്റുവേഷനും വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്ന് പോകുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബ്രേക്കിങ്ങിനെ പറ്റി ഞാൻ കുറേ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ നേരത്തെ. നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് എന്നുള്ള രീതിയിൽ നമുക്കൊരാളുടെ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഈ വണ്ടീനെ പറ്റി റിസർച്ച് ചെയ്യാനും വണ്ടി ഓടിക്കാനും വണ്ടി ഹാൻഡിലിങ്ങിനെ പറ്റി ഞാൻ ഒരുപാട് പഠിച്ചു. കാരണം ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട സമയത്ത് കാരണം ഈ വണ്ടി എന്നെ ഓടിക്കുന്ന ഒരു ഫീലായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കുന്ന സമയത്തോ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ വണ്ടി നിൽക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസ് ആയാലും ഞാൻ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ റൈഡ് ചെയ്തു. കാരണം പല സിറ്റുവേഷനിൽ കൂടെ ഞാൻ ഓടിച്ചു. ട്രാഫിക്, ലോങ് റൈഡ്സ് ഒക്കെ ഞാൻ ഓടിച്ചു. പക്ഷേ എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് യൂസ്ഡ് ആണ്, ഈ വണ്ടിയുടെ സ്പെക്കായിട്ട് ഭയങ്കര യൂസ്ഡ് ആണ്. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മിക്കവരും ഇത് ഓടിച്ചവർ മിക്കവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് കാരണം നടുവേന എടുക്കുന്നുണ്ട്, ലോങ് ഡ്രൈവ് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഐ ലവ് ദാറ്റ് മെഷീൻ. കാരണം ഈ ഒരു റോ മാഡ്നസ് എനിക്ക് ഇതിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാണ്. നമുക്കിവിടെ എഞ്ചിൻ ഓയിലും കാലും കിടക്കുന്നത് മോട്ടോയിൽ എഞ്ചിൻ ഓയിലാണ്. കാരണം വണ്ടി നമുക്ക് കൂളിംഗ് മാനേജ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. റേഡിയേറ്ററും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. പിന്നെ താഴെക്കടെ എക്സോസ്റ്റ് പോയിരിക്കണു. എക്സോസ്റ്റ് നമ്മൾ സൈഡിൽ കൂടെ വന്നിട്ട് താഴെ ഇവിടെ ആയിട്ടാണ് അണ്ടർ സീറ്റ് എക്സോസ്റ്റാണ് നമുക്ക് വരുന്നത്. ബിക്കോസ് ഇത് പക്ക ഒരു ട്രാക്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാസ് സെൻട്രലൈസേഷൻ, വെയിറ്റ് റിഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് KTM. അതുകൊണ്ട് തന്നെ കാരണം ഇതിനകത്ത് നമുക്ക് മെറ്റൽ പാർട്സൊക്കെ വളരെ കുറവാണ്. ഈ ട്രെലിസ് ഫ്രെയിം, അലോയ്സ്, സ്വിംഗ് ആം, എഞ്ചിൻ മാത്രമേ നമുക്കൊരു മെറ്റൽ പാർട്സായിട്ട് നമുക്ക് വരുന്നത്. ഹാൻഡിൽസും മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വരുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസാണ് വരുന്നത്. ഇതിൽ ഒരു ബ്രിട്ടിൽ എന്നൊരു മെറ്റൽ വെച്ചിട്ടാണ് നമുക്ക് ഈ നിർമ്മിച്ചിട്ടുള്ളത് വണ്ടി. അതുകൊണ്ട് തന്നെ മാക്സിമം വെയിറ്റ് റിഡക്ഷൻ കുറച്ചിട്ട് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു ഇത് തന്നെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ KTMസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വണ്ടി നല്ലൊരു നീറ്റ് കണ്ടീഷൻ വണ്ടി എടുക്കുക. വണ്ടി എടുത്താൽ തന്നെ ഭയങ്കര സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുക. കാരണം വണ്ടി യൂസ്ഡ് ആയിട്ട് നിങ്ങൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് വേണ്ടിയിട്ടാണെന്നറിയാം. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. വണ്ടി ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഞാൻ ന്യൂട്രലാക്കട്ടെ. വണ്ടി ന്യൂട്രലായി. അപ്പോൾ ഇതാണ് മച്ചാന്മാരെ നമ്മുടെ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സൈഡ് എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് കുറച്ച് വളരെ സമയമാണ് കേട്ടിട്ടുള്ളൂ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഇരുന്ന് ടക്കും ചെയ്തിട്ട് ഓടിക്കുമ്പോൾ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ കാരണം നമുക്ക് എഞ്ചിൻ എന്നുള്ളൊരു സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത്. പക്ഷേ ഞാൻ ഈ ടണൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിൽ കൂടെ ചെറിയ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ സൗണ്ട് തട്ടിയിട്ട് അങ്ങനെ ഇടയ്ക്ക് കേട്ടിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഇട്ടില്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സൗണ്ടും വണ്ടി പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വേറൊരു സൗണ്ടായിട്ടാണ്, ഒരു മുഴക്കമുള്ള ടൈപ്പ് സൗണ്ടാണ്. പക്ഷേ അന്യ സെറ്റപ്പാണ് വണ്ടി. കാരണം ഇതെല്ലാവർക്കും ഭയങ്കര ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമുക്ക് കിറ്റ് ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സൈക്കിൾ ട്യൂബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കിറ്റ് വൈബ്രേഷൻ കുറയ്ക്കാം. ഇപ്പോൾ എനിക്ക് ഈ വണ്ടി അധികം വീണിട്ടില്ലാത്ത വണ്ടിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അത് ചെറിയൊരു ഹാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ BS3 ഉള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.